വിഭാഗം ആളുകൾ വരിനട എന്ന് പറഞ്ഞ് നമ്മളാൽ കഴിയുന്ന അള്ളാഹുവിന്റെ ദീനിനെ മുൻനിർത്തിക്കൊണ്ട് നമ്മളാൽ കഴിയുന്ന പ്രവർത്തനങ്ങൾ പ്രവർത്തിച്ചിട്ട് നമ്മളൊന്ന് പണിയെടുത്തു നോക്കാം എന്ന് പറഞ്ഞ് ഒരു മെഴുകുതിരി, നമുക്കൊരു മെഴുകുതിരിയെ പറ്റുള്ളൂ. വെളിച്ച പ്രകാശത്തെ അതിജയിക്കുവാൻ നമ്മെ സംബന്ധിച്ചിടത്തോളം വലിയ ലൈറ്റിങ്ങും സംവിധാനമൊന്നും നമ്മളെ കയ്യിൽ അധികാരമില്ല, സ്ഥാനമാനങ്ങളില്ല, ഒന്നുമില്ല. എന്നാൽ ഒരു മെഴുകുതിരി കിട്ടുമോ? നമ്മളെല്ലാരും കൂടെ കൂടിയാൽ ഒരു മെഴുകുതിരി, ആ മെഴുകുതിരി അവിടെ കത്തിച്ചു വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് ചെയ്യാത്തവന്റെ പ്രാർത്ഥനയോ അവന്റെ ക്ലാസോ സംസാരമോ അള്ളാഹുവിൽ സ്വീകാര്യമല്ല. ഇതൊരു യാഥാർത്ഥ്യമാണ്. നിങ്ങളുടെ വീട് ആക്രമിക്കുന്നു, ആ ആക്രമിക്കപ്പെടുന്ന വീടിനോട് ഇത്തരം നിലപാട് സ്വീകരിച്ചവന്റെ സ്ഥിതിയും നേരെ മറിച്ച് നമ്മളൊന്ന് ശ്രമിച്ചു നോക്കുക, ഒന്ന് ഒച്ച വെച്ച് നോക്കുക എന്ന് പറഞ്ഞ് പ്രായോഗികമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തവർ അവൻ രക്ഷപ്പെടുത്തിയവനാണ്. മറ്റത് കൊലക്ക് കൂട്ടുനിന്നവരാണ്. അവരുടെ മൗനം, അവരുടെ പ്രാർത്ഥനയൊക്കെ ആണെങ്കിൽ പോലും അവർ ആ കൊലപാതകത്തിലെ പങ്കാളികളാണ്. കച്ചവടത്തിലായിരുന്നു, നാപ്പടി ഇപ്പടി എന്നൊക്കെ പറഞ്ഞ് പല ന്യായങ്ങൾ പറഞ്ഞാലും ആ കൊലപാതകം അവിടെ നടന്നിട്ടുണ്ട് എങ്കിൽ, അതിലാരെങ്കിലും ഒന്ന് നടക്കാതെ പോയിട്ടുണ്ട് എങ്കിൽ അതിൽ ഒച്ചയെങ്കിലും വെച്ചുകൊണ്ട് അതിനോട് പ്രതികരിച്ചവനാണ് എന്ത് ചെയ്യുന്നത്? രക്ഷപ്പെടുക. അള്ളാഹു അതാണ് ഇവരെ വ്യക്തമായി തന്നെ പറയുന്നത്. ഈ മെഴുകുതിരികൾ മതി, ആ മെഴുകുതിരികളെങ്കിലും കത്തിച്ചു വെച്ചല്ലോ ഞാൻ. അതും ഇസ്ലാമിക മാർഗത്തിലെ മെഴുകുതിരിയാവണം, അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം. കാരണം അള്ളാഹുവാണ് ഖൈറും ഷെറിന്റെയും ഉടമ. എല്ലാ ഷെറുകളും അള്ളാഹുവിൽ നിന്ന് തന്നെയാണ്. അത് വിശ്വസിക്കുമ്പോൾ ഒരാൾ മുസ്ലിം ആവുകയുള്ളൂ. അപ്പൊ ഖൈറും ഷെറിനെ നിങ്ങൾ എന്ത് ചെയ്യണം? നന്മ കൊണ്ട് നേരിടണം ഷെറുകളെ. അള്ളാഹുവാണ് അതിന്റെ കാര്യങ്ങൾ, ഹലാൽ ഹറാമുകൾ, കൽപ്പനകളൊക്കെ കൽപ്പിക്കുവാനുള്ള അധികാരം അള്ളാഹുവിനാണ്. അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് അങ്ങനെ ഒരു മെഴുകുതിരിയെങ്കിലും കത്തിച്ചു വെക്കുന്നവരുടെ കൂട്ടത്തിൽ ഞാനുണ്ടോ? ഇസ്ലാമിക പ്രവർത്തന വൃത്തത്തിൽ, സംഘടിതമായ ഇസ്ലാമിക സംവിധാനത്തിൽ ഞാനുണ്ടോ എന്ന് നമ്മൾ മറ്റൊരു ഉദാഹരണം പറയാൻ പറ്റും. മറ്റൊരു ഉദാഹരണം, ഒരു വാഹനം ഓടിക്കാൻ ഒരുപാട് ആളുകളുണ്ട്, സ്ത്രീകളും കുട്ടികളൊക്കെ ഉണ്ട്. ഒന്നിച്ച് ഒരു മദ്യപാനിയുടെ കയ്യിലാണ് ഡ്രൈവിംഗ് എന്നുള്ള സംഗതി. ഡ്രൈവർ മദ്യപാനിയാണ്. അത് നമുക്ക് കുറച്ച് മുന്നോട്ട് പോയപ്പോൾ തന്നെ മനസ്സിലായി. അപ്പൊ അദ്ദേഹം പലതും ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്ത് സംഭവിക്കാം? ഏത് കൊക്കയിലേക്കും അത് മറിഞ്ഞ് അപകടം ഉണ്ടാവാം. എല്ലാവരും ഇനി എന്ത് ചെയ്യുമെന്ന് പറഞ്ഞ് കുറെ ആൾക്കാർ പ്രാർത്ഥിക്കുകയാണ്. കണ്ടില്ലേ അതൊക്കെ പറഞ്ഞ് അവിടെ നിന്നുകൊണ്ട് എല്ലാവർക്കും ബോധവൽക്കരണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പലതും പറഞ്ഞ് ഒരാൾ പേടിച്ച് അസ്വസ്ഥപ്പെട്ട് അങ്ങനെ ഇരിക്കുകയാണ്. എന്നാൽ ഒരാൾ എഴുന്നേറ്റ് നിന്നിട്ട് എന്ത് ചെയ്യുന്നു? ഒരാൾ എഴുന്നേറ്റ് വന്നിട്ട് ഡ്രൈവറെ പിടിക്കുന്നു. നിർത്ത്, വണ്ടി ഓടിക്കരുത്, ഇങ്ങനെ നീ വണ്ടി ഓടിക്കരുത് എന്ന് പറഞ്ഞ് നിർത്തിയിട്ട് സൈഡാക്കാൻ വേണ്ടി പറയുന്നു. അപ്പൊ സ്വാഭാവികമായും അവിടെ ആളുകൾ പിന്തുണക്കും. ആ പിന്തുണച്ചുകൊണ്ട് സഹായത്തോടു കൂടി ആ വണ്ടി നിർത്തി ആ പാഠം രക്ഷപ്പെടുത്തിയവനവൻ. മറ്റുള്ളവരൊക്കെ എന്ത് പ്രാർത്ഥിച്ചിട്ടുണ്ടാവാം, നേരത്തെ പറഞ്ഞതുപോലെ PhD എടുത്തിട്ടുണ്ടാവാം, പലതും ഒക്കെ ചെയ്തിട്ടുണ്ടാവാം. പ്രകൃതി നിയമമാണിത്. ഇത് നിങ്ങൾ വേറെ ആരോ പറയുന്ന വർത്തമാനം, ഇത് പ്രകൃതിയുടെ ഒരു നിയമമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ തന്നെ പറഞ്ഞിരിക്കുന്നു. നിങ്ങൾ വരുന്നില്ല, സമയമുണ്ടോ ഇല്ലേ, ഉണ്ടാക്കി വന്നിരിക്കണം. ഇയാളുടെ കൈക്ക് പോയി പിടിച്ചിരിക്കണം. പറ്റുമെങ്കിൽ ആ വണ്ടി അയാളെ മാറ്റിയിട്ട് നമ്മൾ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോകണം. അതിന് സാധ്യമല്ലെങ്കിൽ സൈഡാക്കിയിടൂ. വണ്ടി എന്തെങ്കിലും പറഞ്ഞ് നിർത്തിവെപ്പിക്കാൻ സാധ്യമല്ലാത്തവൻ എത്ര വലിയ പ്രാർത്ഥന പ്രാർത്ഥിച്ചാലും അള്ളാഹുവിൽ അത് സ്വീകാര്യമല്ല. ബസ്സിൽ ജനത്തിന്റെ പിന്തുണ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അയാൾ ആ പണി ചെയ്തിരിക്കണം. പിന്തുണ കിട്ടും, സ്വാഭാവികമാണ്. അതാണ് ആ പിന്തുണയാണ് നമുക്ക് കേരളത്തിലൊക്കെ കാണാൻ സാധിച്ചത്, കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരു സംഘം ആളുകൾ എല്ലാം തകർന്നുകൊണ്ടിരിക്കെ ഒരു സംഘം ആളുകൾ മുന്നിൽ നിന്ന് ഇതിങ്ങനെ വിട്ടുകൊടുത്താൽ പറ്റില്ല എന്ന് ഏതോ ഒരു നേതാവ്, ആരാവട്ടെ, ജാതി മതമൊക്കെ അത് പരലോകത്തേക്കാണ്, അള്ളാഹു ഹിസാബ് നടത്തിക്കൊള്ളൂ. ഏതോ ഒരു നേതാവ് എഴുന്നേറ്റ് നിന്നപ്പോ അതിനെ പിന്തുണച്ചുകൊണ്ട് വരുന്നവൻ അതിന് പിന്തുണച്ചുകൊണ്ട് അതിന്റെ കൂടെ നിന്നവൻ, അതിന് മുന്നിൽ മുത്തഖീനായത് കൊണ്ട് മാത്രമൊന്നും രക്ഷയില്ല അള്ളാന്റെ മുമ്പിൽ. വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ എന്നാ പറയുന്നത്. ലീഡർഷിപ്പിലേക്ക് വരണം, കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുവാൻ തന്റെ ഇടം കാണിക്കണം. അതുകൊണ്ട് അങ്ങനെ പിന്തുണ ഏറ്റുവാങ്ങിയിട്ട് ആ അർത്ഥത്തിലുള്ള ഒരു സമൂഹം ഉയർത്തെഴുന്നേറ്റുകൊണ്ടിരിക്കുകയാണ് ലോകത്തുടനീളം. പക്ഷെ ഞാൻ അതിലുണ്ടോ? ഞാൻ അതിൽ അംഗമാണോ? അള്ളാഹു വിചാരണ ചെയ്യുമ്പോൾ ഞാൻ എന്റേത് കൂടിയാണോ ഈ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്ന ഈ സംഘം? അതിന്റെ മുന്നണി പോരാളികളുടെ കൂട്ടത്തിൽ തന്നെയാണ് ഞാനുള്ളത്? ഇത് ആത്മപരിശോധന നടത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഉത്തരേന്ത്യയിലെ ഒരു സംഭവം ഒരു സുഹൃത്ത് പറഞ്ഞത്, പ്രബോധനം എന്ന വാരികയിൽ അദ്ദേഹം എഴുതിയതാണ്. അദ്ദേഹം പറയാണ്, ഉത്തരേന്ത്യൻ ഭാഗത്ത് എന്ത് ചെയ്തു, ഒരു മലയാളി അദ്ദേഹം ഒരു പള്ളിയിലേക്ക് ചെന്നു. ജുമാക്ക് ചെന്നതാ, വലിയ പള്ളിയാ. സുഹൃത്തും കൂടെ കൂട്ടിയിട്ടാണ്, സുഹൃത്തിന്റെ കൂടെയാണ് പോയത്. അങ്ങനെ അവരിങ്ങനെ പള്ളിയിലേക്ക് കടന്നു നോക്കുമ്പോൾ
ഇമാം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, മിമ്പറിൽ വെച്ച് ഇങ്ങനെ ഘോരഘോരം സംസാരിക്കുന്നുണ്ട്. പക്ഷെ അത് പുറത്തേക്ക് കേൾക്കുന്നില്ല, പുറകിലെ ആളുകൾക്ക് കേൾക്കുന്നില്ല. ഒന്നുകിൽ സൗണ്ട് ഇല്ല, അല്ലെങ്കിൽ കണക്റ്റഡ് അല്ല മൈക്ക്. പക്ഷെ ആരും എന്ത് ചെയ്യുന്നില്ല, പ്രതികരിക്കുന്നില്ല. അങ്ങനെ അയാൾ സംസാരിച്ച് ബേക്കറിലുള്ള ആളുകൾക്ക് ഒന്നും കേൾക്കുന്നില്ല. ഉടനെ തന്നെ അദ്ദേഹത്തെ, നമ്മുടെ സഹോദരനെ കൂട്ടിക്കൊണ്ടുവന്ന മലയാളി ഉടനെ പറയാണ്, ഇതാണ് ഈ നാടിന്റെ അവസ്ഥ. യാതൊരു ബോധവുമില്ല. അദ്ദേഹം ശക്തമായ വിമർശനം. യാതൊരു ബോധവുമില്ല. ഒന്ന് മൈക്ക് ഓണാക്കാനൊന്ന് പറയാൻ പോലും ആളില്ലാത്ത ഒരവസ്ഥയാണെന്ന് പറഞ്ഞ് മൂപ്പര് അവിടെ ഇരിക്കാം. മൂപ്പര് ആളെ കൂട്ടത്തിൽ കണ്ട് ഇരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോഴാണ് ഇദ്ദേഹത്തിന് ബോധം ഉദിച്ചത്. എന്തുകൊണ്ട് നമുക്കൊന്ന് പറഞ്ഞു കൊടുത്തൂടാ? ആ മൈക്കിന്റെ പ്രശ്നം നമുക്കൊന്ന് പറഞ്ഞു കൊടുത്തൂടാ? ഉടനെ തന്നെ ആളുകളെ വകഞ്ഞു മാറ്റി മുന്നോട്ട് പോയി മൈക്ക് ഓണാക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു. പ്രശ്നം തീർന്നു. ഇതൊരു പ്രകൃതി നിയമമാണ്. അയാളും അവിടെ ഇരുന്നിട്ട് ഇവിടെ ഉത്തരേന്ത്യക്കാർ ഇങ്ങനെയാണെന്നും പറഞ്ഞ് അവിടെ ഇരുന്നത് എന്താണ്? അതുകൊണ്ട് ഒന്നും ഒരു ഫലമില്ല. ആ വിമർശനങ്ങളെ കൊണ്ടൊന്നും അയാൾക്കും കൂടി കുറച്ചും കൂടെ ഒച്ചപ്പാടും ബഹളം ഉണ്ടാക്കി എന്ന ഒരു ശിക്ഷ കിട്ടുമെന്നല്ലാതെ, ശിക്ഷ കിട്ടുമെന്ന് കുത്തുബങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ സംസാരിക്കരുതെന്നാണല്ലോ. നേരെ മറിച്ച് പ്രായോഗികമായി ഈ പ്രകൃതി നിയമത്തെ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി എഴുന്നേറ്റ് നിർത്തപ്പെട്ട ഉത്തമ സമൂഹമാണ്. കുന്തും ഖൈറ ഉമ്മത്തിൻ ഉഖ്രിജത് ലിന്നാസ്. നിങ്ങൾ നന്മ കൽപ്പിച്ചേ പറ്റൂ, നിങ്ങൾ തിന്മ വിരോധിച്ചേ പറ്റൂ. എന്നിട്ട് ഇതിന് മൗദൂദ് സാഹിബ് പറയുന്നുണ്ട്, ഉപ്പിന്റെ രസമില്ലെങ്കിൽ ആ ഉപ്പ് എന്തിന്? കിണറ്റിൽ വെള്ളമില്ലെങ്കിൽ ആ കിണർ എന്തിന്? ഒരു അപകടമാണ്. ഒരു വസ്തു അത് കുഴിച്ചു മൂടേണ്ടതാണ്. നമ്മൾ കുഴിച്ചു മൂടും, മരണത്തോടു കൂടി കുഴിച്ചു മൂടുക തന്നെ ചെയ്യും. ആ കുഴിച്ചു മൂടുന്നതിൽ എന്റെ ദിക്റും ദുആകളും പ്രാർത്ഥനയും ഒക്കെ ഉണ്ടെങ്കിൽ പോലും ആ കുഴിച്ചു മൂടും. നോക്ക് നിങ്ങൾ, ജനാധിപത്യ രാജ്യമാണ് ഇന്ത്യ. ഈ ജനാധിപത്യ രാജ്യത്തിൽ വിശ്വാസിക്ക് അവസരമുണ്ട്, വിശുദ്ധ ഖുർആൻ ഇടമുണ്ട്. ആ ജനാധിപത്യ രീതിയിലാണ് അവരൊക്കെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ആ ജനാധിപത്യ രീതിയിലൂടെ തന്നെ വിശുദ്ധ ഖുർആനുമായി മുന്നേറാൻ പറ്റും. പക്ഷെ പാടില്ല, വേണ്ടതില്ല. എന്നിട്ട് അങ്ങനെ വിമർശിക്കുകയാണ് ഇവിടെയുള്ള പല കൊലപാതകികളെയും അക്രമികളെയും അഴിമതിക്കാരെയും മന്ത്രിമാരെയും ഒക്കെ മൂപ്പരങ്ങനെ വിമർശിച്ചങ്ങനെ കഴിഞ്ഞുകൂടി. മൂപ്പരിങ്ങനെ പ്രാർത്ഥനയിലാണ്, ദുആയിലാണ്. എത്ര വൈരുദ്ധ്യമാണത്! അത് തന്നെയാണ് ഈ നിന്ദതയുടെ കാരണം. നേരെ മറിച്ച് വരിനട എന്ന് പറഞ്ഞ ഒരു സംവിധാനം ഒരുക്കിയിട്ട് അങ്ങനെ മുന്നോട്ട് പോയപ്പോ അതിന്റെ ഫലങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് പഞ്ചായത്തുകൾ കാണുന്നുണ്ട്, വാർഡുകളിൽ കാണുന്നുണ്ട്, അതേപോലെ ജില്ലകളിൽ ജില്ലാ പഞ്ചായത്തുകൾ, ബ്ലോക്ക് പഞ്ചായത്തുകളിലൊക്കെ കാണുന്നുണ്ട്. ഈ ഒരു പണിയെടുക്കുമ്പോ അതിന്റെ ഫലം ഭയങ്കര ഫലമാ വരുന്നത്. 102, 100ന്റെ മുകളിൽ എന്ന് പറഞ്ഞാൽ 100ന്റെ മുകളിൽ തന്നെ അല്ല അങ്ങോട്ട് വെച്ചു കൊടുക്കുകയാണ്. അതിനുശേഷം പ്രശ്നം ഉണ്ടാക്കുന്നവരെ അഭിമുഖീകരിക്കാൻ വേണ്ടി പാണക്കാട് ഒരു കുടുംബം കൂടി ആലോചിച്ചപ്പോഴേക്കും തന്നെ അള്ളാഹു അതിൽ ഇടപെടുന്നു, ശക്തമായി ഇടപെടുന്നു. ആ ഇടപെടല് കേരളക്കരയിൽ അതൊരു പ്രതിധ്വനി ഉണ്ടാക്കിയിട്ടുണ്ട് എങ്കിൽ ഇതിലൊരുപാട് മാതൃകയില്ലേ? രാഷ്ട്രീയം അങ്ങ് വിട്ടുകളയേണ്ടത് തന്നെയാണോ? ആരെങ്കിലും അങ്ങോട്ട് ചെയ്തോട്ടെ, ഇതിങ്ങനെയാണ് എന്ന് പറഞ്ഞ് വിമർശിച്ച് അതിന്റെ PhD എടുത്ത് സംസാരിച്ച് അങ്ങനെ നടന്നാൽ മതിയോ? അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരികളെ, ഞാനതിലുണ്ട്. അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് ഈ നന്മ പ്രവർത്തികമാക്കിയതിൽ ഞാനതിലുണ്ട്. ഇവിടെ എനിക്ക് സ്വീകാര്യത കിട്ടിയോ കിട്ടിയില്ല എന്നതല്ല, എന്റെ പ്രതിഫലം എന്റെ റബ്ബിന്റെ അടുത്ത് ഉറപ്പാണ്. ഇതാണ് ബില്ലാ എന്ന് അടിവരയിട്ടത്. നിങ്ങൾ നന്മ കൽപ്പിക്കണം, തിന്മ വിരോധിക്കണം എന്ന് പറഞ്ഞ അള്ളാഹു സുബ്ഹാനഹു വ തആല നിർത്തിയില്ല. വതുഅ്മിനൂന ബില്ലാ, അള്ളാഹുവിൽ വിശ്വസിച്ചുകൊണ്ടായിരിക്കണം ഈ പണി ചെയ്യുന്നത്. അതുകൊണ്ട് ആ അർത്ഥത്തിലുള്ള നോക്കൂ നിങ്ങള്, ഇതൊരുപാട് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. നോക്കൂ, വിശുദ്ധ ഖുർആൻ ഇതുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പറയുന്നത് കാണാൻ സാധിക്കും. അതുപോലെ നിങ്ങൾ മാറി നിൽക്കുക എന്ന് പറയുന്നത് ഭീകരമായ ഒരവസ്ഥയാണ്. ഇത്തരം നന്മ കണ്ടിട്ടും മാറി നിൽക്കുക എന്ന് പറയുന്നത് അവർ ആ കൊലപാതകങ്ങളുടെ കൂട്ടത്തിലാക്കപ്പെടുക. അതുകൊണ്ടാണ് നിങ്ങളൊരു തിന്മ കണ്ടാൽ കൈക്ക് പിടിക്കണം. അതിന്റെ ഈമാനിന്റെ അവസാനത്തെ പടി ഇതുപോലും നിങ്ങളില്ലാത്ത ഒരവസ്ഥ. ദീനിനെ കളവാക്കിയവൻ ആരാണ്? ദീനെ സത്യപ്പെടുത്തിയവൻ ആരാണ്? അറഅയ്തല്ലദീ യുകദ്ദിബു ബിദ്ദീൻ ഫദാലികല്ലദീ യദ്ഉൽ യതീം വലാ യഹ്ളു അലാ തുആമിൽ മിസ്കീൻ. അഗതികളുടെയും അനാഥകളുടെയും ഗതിയില്ലാത്തവരുടെ പ്രയാസങ്ങൾ, പ്രതിസന്ധികൾ. മകനെ കൊന്നുപോയിട്ടുണ്ട്, ഒരു കേസ് കൊടുക്കാൻ പോലും ഇല്ല, ഒരു വാദിക്കാൻ ഒരു വക്കീലില്ല. മക്കളെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയിട്ടുണ്ട്, ആ അറസ്റ്റ് ചെയ്തത് എവിടെയാണെന്ന് പോയി നോക്കാൻ ആരുമില്ല കൂടെ. പോയി നോക്കിയാൽ എന്നെയും കൂടെ അതിന്റെ അകത്തേക്ക് ഇടുന്ന ഭീകരമായ ഭരണകൂടമാണ് കഴിഞ്ഞ സർക്കാരുകൾ കേരളത്തിൽ ഉൾപ്പെടെ നടമാടിക്കൊണ്ടിരിക്കുന്നത്. എന്താ ഞാൻ ചെയ്യുക? എന്റെ കരളിന്റെ കഷ്ണമാണ്, ഞാൻ പോറ്റി വളർത്തിയ എന്റെ പൊന്നോമനവാൻ പുത്രൻ എവിടെയാണെന്ന് പോയി നോക്കാൻ പോലും എനിക്ക് സാധ്യമല്ലാത്ത ഒരവസ്ഥ.
വരിനടാ നമുക്ക് പോയി നോക്കാം എന്ന് പറയാൻ ഒരു സംഘം കൊണ്ടുവരേണ്ടതുണ്ടോ? ഇല്ലേ? അവനവന്റെ മക്കള് പോകുമ്പോൾ അറിയാൻ സാധിക്കും. അതുകൊണ്ട് ഈ അനാഥകളെയും അഗതികളെയും വിമോചിപ്പിക്കാതെ ഒരു ദീനില്ല. അവൻ കളവാക്കിയവനാണ്. അവൻ നമസ്കരിക്കും, അതാണ് ഫവൈലുല്ലിൽ മുസല്ലിൻ. അവന്റെ നമസ്കാരത്തിനാണ് വലിയ നാശം റബ്ബ് സുബ്ഹാനഹു തആല വെച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് റസൂൽ വിശുദ്ധ ഖുദ്സിയായ ഹദീസിൽ അള്ളാഹു പറയുന്നതായിട്ട് റസൂൽ സാസം പറയുന്നുണ്ട്, ഞാൻ രോഗിയായി, നീ എവിടെയായിരുന്നു? എനിക്ക് ദാഹിച്ചു, നീ എവിടെയായിരുന്നു? എനിക്ക് പലതുമില്ലാതെയായി, അപ്പോഴൊക്കെ നീ എവിടെയായിരുന്നു? നീ മസ്ജിദുൽ നബവിയിലാണെങ്കിൽ പോലും, മസ്ജിദുൽ ഹറമിലാണെങ്കിൽ പോലും നിന്റെ ദിക്റിന് ഒരു സ്ഥാനവുമില്ല. 40 ദിവസം തുടർച്ചയായിട്ട് ഇഅ്തികാഫിലാണെങ്കിൽ പോലും യാതൊരു ഫലവും അതുകൊണ്ട് കിട്ടാൻ പോകുന്നില്ല. നിന്റെ നമസ്കാരം കളവാക്കിക്കൊണ്ടുള്ള നമസ്കാരമാണ് ആ അർത്ഥത്തിൽ. അതുകൊണ്ട് ഞാൻ രോഗിയായി. എത്ര ഗൗരവമുണ്ട് ഈ വിജയത്തിനൊക്കെ. ഇതിന് മുന്നിൽ നിൽക്കുന്ന ആളുകളൊക്കെ നിർവഹിച്ചു കൊണ്ടിരിക്കുന്ന ദൗത്യത്തിന് എത്രത്തോളം പ്രാധാന്യം ഈ ലോകത്ത് വെച്ച് തന്നെ ഉണ്ട്. എന്നിട്ട് ഞാൻ അങ്ങനെ വീട്ടിലിരിക്കുന്നു, ഞാൻ അങ്ങനെ സൈഡായിട്ട് അതിൻ്റെ ഒക്കെ കേൾവിക്കാരന് മാത്രമായി അങ്ങനെ ഇരിക്കുന്നു. എന്നിട്ട് അങ്ങനെ കൈയടിച്ചുകൊണ്ട് അതിനെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ പ്രതിഫലം ഉണ്ടായേക്കാം. അതുപോലല്ലോ ഞാൻ അതിലുണ്ട്, ഞാൻ ആ സംഘത്തിലുണ്ട്. അതുകൊണ്ട് എവിടെയാണോ അള്ളാഹു ഇത്തരം ആളുകളുള്ളത് അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമാണ്. അസലുല്ലാൻ ഒരിക്കൽ പിന്നെ അദ്ദേഹം പള്ളിയിൽ ഇത്തികാഫിരിക്കാണ് റമദാനിന്. ആ സമയത്താണ് അദ്ദേഹത്തിന്റെ അടുത്ത് ഒരാൾ വരികയാണ്, ഒരു സേവനം, ഒരു സഹായം ആവശ്യപ്പെട്ടുകൊണ്ട്. ഒരു ഹോമം പൂരിപ്പിക്കാനായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു സംഗതി, ഒരു ആനുകൂല്യം ഉണ്ട്, അത് വൈകുന്നേരത്തിന്റെ ഉള്ളിൽ അത് നേടിയിട്ടില്ലെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകുമെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കാം. അങ്ങനെ സേവനത്തിന് വേണ്ടി വന്നപ്പോ അദ്ദേഹം ചോദിച്ചു, നീ എന്തിനാ ഇത്ര ദൂരം അങ്ങോട്ട് കടന്നു വന്നത്? അവിടെ ഹുസൈനില്ലായിരുന്നോ എന്ന് ചോദിക്കുകയാണ്. ആ ഹുസൈൻ അള്ളാഹു അദ്ദേഹം ഇത്തികാഫിലാണ് എന്ന് പറഞ്ഞു. ഇത്തികാഫിലുള്ള ഒരാളെ പിടിച്ചിട്ട് പിന്നെ കൊണ്ടുപോകുന്നത് അള്ളാഹുവാണ്. അള്ളാഹുവിന്റെ റസൂല് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അദ്ദേഹം പറയാണ്, അള്ളാഹുവിന്റെ റസൂല് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങളിൽ ഒരുത്തന്റെ ആവശ്യത്തിന് വേണ്ടി ഒരാൾ ഇറങ്ങി പുറപ്പെട്ടു കഴിഞ്ഞാൽ അത് 40 ദിവസം ഇത്തികാഫിരിക്കുന്നതിലേക്കാണ്. 10 കൊല്ലം എന്നൊരു വേറെ വിവാദത്തിലുണ്ട്. 10 കൊല്ലം ഇത്തികാഫിരിക്കുന്നതിന്, മസ്ജിദ് നബവിയിൽ 10 കൊല്ലം ഇത്തികാഫിരിക്കുന്നതിനേക്കാളും പുണ്യം ആവശ്യം ഇതിനുണ്ട്. ഇതിനിറങ്ങണം. ഇറങ്ങിയിട്ട് ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കാത്തവന്റെ ഇത്തികാഫ് അള്ളാഹു സ്വീകരിക്കുകയില്ല എന്ന് റസൂല് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്നാണ്. നുബുവത്ത് വേളയിൽ പ്രവാചകനെ സമാധാനിപ്പിക്കുന്നത് എന്താണ്? നിങ്ങൾ പേടിക്കണ്ട, ഖദീജ പറയാണ്, നിങ്ങൾ പേടിക്കണ്ട, നിങ്ങൾക്ക് ഭയപ്പെടേണ്ടി വരില്ല. കാരണം എന്താണ്? നിങ്ങൾ അഗതികളെ സഹായിക്കുന്നവനാണ്, പാവങ്ങളെ സഹായിക്കുന്നവനാണ്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു തടഞ്ഞു വെച്ചുകൊണ്ട് എന്താ പറയുന്നത്? നിങ്ങൾ പോവാൻ പാടില്ല. കാരണം നിങ്ങൾ ഞങ്ങൾക്ക് ഉപകാരമുള്ള, ഞങ്ങൾക്ക് ഒരുപാട് സേവനങ്ങൾ ചെയ്തു തരുന്ന നിങ്ങൾ നാട് കടത്താൻ സമ്മതിക്കുകയില്ല, ഞങ്ങൾ ഇവിടുന്ന് വിട്ടുതരില്ല എന്ന് പറയുന്നുണ്ട് എങ്കിൽ അതാണ് ഇസ്ലാം. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, വഫി അംവാലിഹിം ഹഖ്ഖുൻ ലിസ്സാഇലി വൽ മഹ്റൂം, അവരുടെ സമ്പത്തിൽ ചോദിച്ചു വരുന്നവർക്കും തടയപ്പെട്ടവർക്കും ഹക്കുണ്ട്. എന്താണ് ഈ സമ്പത്ത്? സമ്പത്ത് എന്ന് പറഞ്ഞാൽ, ഹക്ക് എന്ന് പറഞ്ഞാൽ ആളുകളുടെ ധാരണ വെറും പൈസ മാത്രമാണെന്ന് അല്ലല്ല. ഈ സമ്പത്ത് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് അതിന്റെ ആരോഗ്യം. ആരോഗ്യത്തിൽ അവകാശം ഉണ്ടെന്നാ പറഞ്ഞത്. ആരോഗ്യം വലിയ സമ്പത്താണ്. അതില്ലാതായി നോക്കിയല്ല, മുഴുവൻ കാശും അതിനുവേണ്ടി നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ടാണ് ഏറ്റവും വലിയ സമ്പത്ത് അതാണ്. കുറെ കാശുണ്ടായിട്ട് കാര്യമില്ല. അതുകൊണ്ട് ബുദ്ധി ഏറ്റവും വലിയ സമ്പത്താണ്. താങ്കൾക്ക് ആ ബുദ്ധിപൂർവം ആ കാര്യങ്ങൾ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാളുടെ ഒട്ടകം നഷ്ടപ്പെട്ടപ്പോൾ അബൂജഹൽ പിടിച്ചു വെച്ചപ്പോ പൈസയും കൊടുത്തില്ല, കൈ പിടിക്കുന്നുണ്ട്. പിന്നെ അവിടെ പ്രാർത്ഥനയില്ല. അദ്ദേഹം വന്നപ്പോ കഅബയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രാർത്ഥന അവിടെ സ്റ്റോപ്പ്. എന്നിട്ട് അദ്ദേഹത്തിന്റെ കൈ പിടിച്ച് അബൂജഹലിന്റെ വാതിലിൽ പോയി മുട്ടുകയാണ്. മുട്ടിയിട്ട് കൊടുക്കാനുണ്ടോ, കൊടുക്ക്. ഇത് പറയുമ്പോഴാ പ്രവാചകനായി മാറുന്നത്. അതുകൊണ്ട് ആ അർത്ഥത്തിൽ വാങ്ങിക്കൊടുക്കുന്ന, അതുകൊണ്ട് പിന്നെ ഹക്ക് എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. ആരോഗ്യമാണ്, ബുദ്ധിയാണ്, അറിവാണ്, അവസരമാണ്, ആയുസ്സാണ്, കഴിവാണ്. സായിൽ എന്ന് പറഞ്ഞാൽ ചോദിച്ചു വരും എന്ന് പറഞ്ഞാൽ എന്താണ്? അതാ ചോദിക്കുന്നവൻ. നിന്റെ ആരോഗ്യത്തിൽ നിന്ന് അല്പസമയം എനിക്ക് വേണം, ആരോഗ്യം, സമയം. അതേപോലെ നിന്റെ സമ്പത്തിൽ നിന്ന് എനിക്ക് സമ്പത്ത് വേണം. നിന്റെ സമയത്തിനുണ്ടല്ലോ ആ സമയം ഒരുപാട് നിനക്ക് വേണ്ടി പലതും ചെലവഴിച്ചു, അല്പസമയം എനിക്ക് വേണ്ടി ചെലവഴിക്കണം. അതാണ് പറഞ്ഞ അവകാശം ഉണ്ടെന്നാ. അവരെ കണ്ടെത്തി അങ്ങോട്ട് എത്തിച്ചു കൊടുക്കണം. അവകാശിയുടെ അവകാശം അവൻ ഇങ്ങോട്ട് തേടി വരുമെന്ന് കരുതി നമ്മളിപ്പോ ഒരാളോട് കാശ് വാങ്ങി, ആ കാശ് വാങ്ങുമ്പോൾ ചോദിക്കുമ്പോൾ ഒന്ന് കൊടുക്കാന്ന് പറഞ്ഞാൽ അവന്റെ സ്ഥിതി മരിച്ചു പോയാൽ അവന് പ്രാർത്ഥിക്കാൻ പോലും പറ്റില്ല. ഇവരെന്ത് ചെയ്യേണ്ടിയിരുന്നു? ആ അവകാശം അങ്ങോട്ട് തീരുമാനാക്കിയിട്ട് അങ്ങോട്ട് അതിന്റെ മുൻകൂട്ടി, അവധിക്കാണെങ്കിൽ അവധിക്ക് മുമ്പ് അല്ലെങ്കിൽ അവധിക്കെങ്കിലും എത്തിച്ചു കൊടുക്കണം അങ്ങോട്ട് പോയിട്ട്. അതാണ് ഹക്ക് എന്ന് പറഞ്ഞാൽ.
അതാ അർത്ഥത്തിൽ സക്കാത്ത്. നോക്കൂ നിങ്ങൾ, ഇന്ന് നമ്മളുടെ പള്ളികൾ കൊണ്ട് എന്താണ് ഉപകാരം? എന്തെങ്കിലും ഒരു ഉപകാരം സമൂഹത്തിന്, സമുദായത്തിനുള്ളത് ഒന്ന് പറ. എന്താണ് അവിടെ ഉള്ളത്? ഒരു ഉപകാരമില്ല. ഒരു ഉപകാരമില്ല. വെറുതെ പറയില്ല, അതിശയോക്തി പറയില്ല, ഒരു ഉപകാരമില്ല. കുറച്ച് ആളുകൾ ഇങ്ങനെ 5 നേരം വന്ന് നിസ്കരിച്ച് ദുആ ഇരുന്ന് അങ്ങോട്ട് പോകും. എന്നിട്ട് അവരെന്തെങ്കിലും പ്രത്യേക ആണ്ടറികളൊക്കെ ഉണ്ടെങ്കിൽ അന്ന് കഴിച്ചു കൂട്ടി. അല്ലാതെ ജനത്തിന് എന്ത് കാര്യം? ജനം വഴിയിൽ നിൽക്കുകയാണ്. അതാ വാതിൽക്കൽ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് അവരുടെ ഒരു ആവശ്യത്തിന്. അത് കൊടുത്തെങ്കിൽ കൊടുത്തു. ഒന്ന് സംഘടിപ്പിച്ചു കൊടുക്കുന്ന ഇവിടെ വരുന്ന യാചകരെയെങ്കിലും ഒന്ന് നല്ല നിലയിൽ, അപ്പൊ കുറച്ച് ആളുകൾ കൂടുതൽ വരും, അപ്പൊ പരിഹാരം വീണ്ടും ഉണ്ടാവും. അപ്പൊ ഈ അർത്ഥത്തിൽ എന്തെങ്കിലും ഒരു ഉപകാരം ജനങ്ങൾ, അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമസ്കരിക്കുന്നവർക്ക് എത്രയും നാശം. പ്രാഥമികമായ ആവശ്യങ്ങൾ പോലും നേടിക്കൊടുക്കാതെ, നിർവഹിച്ചു കൊടുക്കാൻ സംവിധാനം കാണാതെ, ആ നാടിന്റെ മുഴുവൻ ആവശ്യങ്ങൾ നിർവഹിക്കുന്നിടത്ത് അടിസ്ഥാന ആവശ്യങ്ങൾക്ക് പോലും പരിഹാരം കാണാതെ നമസ്കരിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് എത്ര വലിയ നാശം. മഹ്റൂം എന്നാണ് തടയപ്പെട്ടവരാ. തടയപ്പെട്ടവർ എന്നാൽ അങ്ങോട്ട് ചെന്ന് അന്വേഷിച്ചാലേ കിട്ടുള്ളൂ. അതുകൊണ്ട് ഇവരുടെ സമ്പത്തിനും സമയമൊക്കെ, അതുകൊണ്ട് അതൊക്കെ ശരീഅത്തിന്റെ ഉൾപ്പെടെയുള്ള പ്രയോഗവൽക്കരണമാണ്. വിശുദ്ധ ഖുർആനിന്റെ ധാരാളം ആയത്തുകൾ, നിങ്ങൾ കിഴക്കോട്ടോ പടിഞ്ഞാറോട്ടോ ഒന്നും തിരിയുന്നതിലല്ല പുണ്യം എന്നൊക്കെ പറഞ്ഞൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇത് വ്യക്തമായി തന്നെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ഒരായത്താണ്, വിശദീകരിക്കാൻ സമയമില്ല എങ്കിൽ പോലും ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. അലം നജ്അൽ ലഹു ഐന, 2 കണ്ണ് തന്നില്ലോടോ ഞാൻ നിനക്ക്, വലിസാനം വശഫത്തൈൻ, സംസാരിക്കാൻ നാവും ചുണ്ടും നൽകി, വഹദൈനാഹും നജ്ദൈൻ, വ്യക്തമായ വഴി നിന്റെ മുമ്പിൽ തുറന്നു വെച്ചു, അല്ലാഹുവിന്റേതും അല്ലാഹുവിന്റേതല്ലാത്തയും. ഫലഖ്തഹമൽ അഖബ, നീ എന്തുകൊണ്ട് ഗിരിമാർഗം താണ്ടിയില്ല? വമാ അദ്റാകമൽ അഖബ, എന്താണ് ഗിരിമാർഗം എന്നതിനെ കുറിച്ച് നീ എന്താണ് മനസ്സിലാക്കിയത്? ഫഖ്ഖു റഖബ, ജനങ്ങളുടെ പിരടി വിമോചിപ്പിക്കൽ. നിസ്കരിക്കലും നോമ്പൊൽക്കലൊക്കെ അതിന് ശേഷം വരുള്ളൂ. അതുകൊണ്ടാണ് സുമ്മകാന മിനല്ലദീന, അതേ സൂറത്തിൽ തന്നെ പിന്നീട് അതോടൊപ്പം വിശ്വസിക്കും. ഔ ഇത്ആമുൻ ഫീ യൗമിൻ ദീ മസ്അബ, യതീമൻ ദാ മഖറബ ഔ മിസ്കീനൻ ദാ മഖറബ സുമ്മകാന മിനല്ലദീന, അതോടൊപ്പം വിശ്വാസം തന്നെ ഉള്ളൂ. പിന്നല്ല നിസ്കാരം, ദിക്ർ, ദുആകളൊക്കെ. അതുകൊണ്ട് ഈ വാർഡിലും പഞ്ചായത്തിലും, അതേപോലെ ജില്ലാ ബ്ലോക്ക് പഞ്ചായത്തിലും സംസ്ഥാനത്തും ഇന്ത്യയിൽ ഉടനീളവും ഓരോരോ ഗ്രാമാന്തരങ്ങളിലും കള്ളന്മാരാണ് അധികാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. വർഗീയവാദികളുടെ കയ്യിലാണുള്ളത്. ഒരു ജനത ജനിച്ചു വളർന്ന് പാരമ്പര്യമായി അവരുടെ ജന്മാവകാശം പോലും വോട്ടവകാശം പോലും നിഷേധിക്കപ്പെടുകയാണ്. വരിനട എന്ന് പറഞ്ഞ് ആ സംഘത്തോടൊപ്പം നമ്മളില്ല. അതും അള്ളാഹുവിനെ പറഞ്ഞ്, അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ടുള്ള ആ സംഘത്തിൽ നമ്മളില്ലെങ്കിൽ, ഇന്ന ദീന ഇൻദല്ലാഹിൽ ഇസ്ലാം, അള്ളാഹുവിന്റെ അടുത്ത് ഒരൊറ്റ വ്യവസ്ഥയെ സ്വീകരിക്കുള്ളത് ഇസ്ലാമാണ്. ഇസ്ലാം അല്ലാത്തതുമായിട്ട് ആരും വന്നിട്ട് യാതൊരു അള്ളാഹു ഇത് സ്വീകരിക്കൂല. നിങ്ങൾ കോടിക്കണക്കിന് ആളുകളെ വിമോചിപ്പിച്ചു, പക്ഷെ ആ വിമോചനം ഇവിടെ അവസാനിക്കും. നിങ്ങൾക്ക് വലിയ സ്ഥാനവും പദവിയും ഒക്കെ കിട്ടിയിട്ടുണ്ടാവും, നിങ്ങൾ വലിയ ആളുമായിരിക്കും, പക്ഷെ പരലോകത്ത് അള്ളാഹുവിനെ മുൻനിർത്തിക്കൊണ്ട്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ നിങ്ങൾ വമാലക്കും ലാ തുഖാതിലുന ഫീ സബീലില്ലാ എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് എന്താണ് അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ സമരം ചെയ്യാതിരിക്കുവാൻ, അടിച്ചമർത്തപ്പെട്ടവരും പീഡിതരുമായ സ്ത്രീ പുരുഷന്മാർക്കും കുട്ടികൾക്കൊക്കെ വേണ്ടിയിട്ട് അള്ളാഹുവിന്റെ ദീനിന്റെ മാർഗത്തിൽ. അത് വർഗീയതയാണെങ്കിൽ ആ വർഗീയതയാണ്. അതിന്റെ ഉത്ഭവം പാണക്കാട്ട് നിന്നാണെങ്കിൽ അതാണ് അത്. ആ ഉത്ഭവം അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന്, പാണക്കാട്ടിൽ നിന്നൊന്നുമല്ല. പാണക്കാട്ടിൽ നിന്നാണെന്നും വിചാരിക്കേണ്ടതില്ല. അതൊക്കെ എന്താണ്? ആദം നബി മുതലുള്ള ഉത്ഭവ കേന്ദ്രം. അത് പ്രവാചകന്മാരുടെ പാരമ്പര്യമാണ്. അതുകൊണ്ട് ഇതുകൊണ്ട് ഇനി കളിക്കാൻ നോക്കുകയാണ് എങ്കിൽ, ഇതുകൊണ്ട് ഇനിയും കളിക്കാൻ നോക്കുകയാണ് എങ്കിൽ ഞങ്ങളില്ല, വരില്ല. തുറന്നടിച്ച് പറയുകയാണ്. ആ മന്ത്രിസഭ ഞങ്ങൾക്ക് വേണ്ട. എന്തൊരാർജവമുള്ള വർത്തമാനം, തന്റെ ഇടമുള്ള വർത്തമാനം. വേറെ ചർച്ചയൊക്കെ അവിടെ നിർത്തിവെക്കേണ്ടി വരികയാണ്. ഇനി പുറത്താക്കപ്പെടുകയാണെങ്കിൽ പുറത്ത് നിന്നിട്ട് കാണിച്ചു കൊടുക്കണം. അതാണ് തന്റെ ഇടമുള്ള വർത്തമാനം. അപ്പോഴേ തന്റെ ഇടം അതിൽ സത്യപ്പെടുത്തുകയും വേണം. ചെയ്യുമായിരുന്നു. നോക്കൂ നിങ്ങൾ, നമ്മൾ അത്ഭുതകരമായാണ് ആ ഇടപെടൽ, അത്ഭുതകരമായ ഇടപെടൽ. നോക്കൂ നിങ്ങൾ, പാണക്കാട് നിന്ന് ചർച്ച ചെയ്തു. ആദ്യം എന്ന് പറഞ്ഞു, ഞാൻ കുറച്ചൊക്കെ രാഷ്ട്രീയവും മിമ്പറിൽ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇതൊന്നും തിരിയാതെ പോകും. നോക്കൂ നിങ്ങൾ, അവർ പറഞ്ഞു നമ്മൾക്ക് അടുത്തൊരു ഇലക്ഷന് നിൽക്കുക സാധ്യമല്ല. ഇനിയൊരു ഇലക്ഷന് ഇന്ന ആളെ നിങ്ങളെങ്ങാനും മുഖ്യമന്ത്രിയാക്കുകയാണെങ്കിൽ അടുത്തൊരു ഇലക്ഷന് നിൽക്കുക സാധ്യമല്ല എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ എന്നാൽ അടുത്ത മന്ത്രിയുടെ പേര് പറഞ്ഞ് എന്നാൽ അതങ്ങോട്ട് ആക്കട്ടെ എന്ന് ചോദിച്ചു. ഇല്ല, പറ്റില്ല, അതും പറ്റില്ല. ജനം ഇതിനു വേണ്ടിയിട്ടാണ്. അതാണെങ്കിൽ അതിനേക്കാളും കഷ്ടാട്ടോ. രണ്ടാമത് പറഞ്ഞ ഒരുത്തന്റെ ആണെങ്കിൽ പേരൊക്കെ പറയുമ്പോൾ ഒരു സുഖമില്ല, അതുകൊണ്ടാ പറയാണ്ടില്ല. രണ്ടാമത് പറഞ്ഞവരാണെങ്കിൽ ഇതിനേക്കാളും കഷ്ടമാണ്. കാരണം ഈ കുറെ നടേശന്മാരുടെ കൂടെ ഇങ്ങനെ നടന്ന് അതിന് ചിരി തോളിട്ട് നടക്കുന്ന ആളുകള്, അത് പറ്റില്ല എന്ന് തീർത്തു പറഞ്ഞു.
അപ്പൊ അവസാനം കൊണ്ട് പറഞ്ഞു, തുറന്നടിച്ച് തന്നെ പറഞ്ഞു, മന്ത്രിസഭയിലേക്ക് ഉണ്ടാവില്ല എന്ന്. അത് തീരുമാനമെടുത്തിരുന്നു. പ്രഖ്യാപനം വരട്ടെ, അന്നത് പ്രഖ്യാപിക്കുമെന്ന് അറിയിപ്പ് കൊടുത്തു. ഇതിന് വലിയ പങ്കുണ്ട്. ഇത് ആർജവമുള്ള നിലപാടാണ്. വർഷങ്ങൾക്ക് മുമ്പേ എടുക്കേണ്ട നിലപാടുകളാണ് ഇതൊക്കെ. ഈ അർത്ഥത്തിൽ മനുഷ്യകുലത്തിന് വേണ്ടിയിട്ടാണ് നിന്നത്, സമുദായത്തിന് വേണ്ടിയിട്ടല്ല. എന്ത് വിട്ടുവീഴ്ചക്കും ഞങ്ങൾ തയ്യാറാണെന്ന് പറഞ്ഞത് മനുഷ്യകുലത്തിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ഇത്തരം സംഗതിയെ പ്രോത്സാഹിപ്പിക്കുകയും അതിനെ പിന്തുണക്കുകയും പ്രാർത്ഥിക്കുകയും ഈ ഒരു കൂട്ടായ്മ ഇവിടെ വളർന്നു വന്ന് വലിയൊരു സംവിധാനമായി ലോക തലത്തിലേക്ക് അതിനെ വളർത്തിക്കൊണ്ടുവരികയും ചെയ്യാൻ എനിക്കും നിങ്ങൾക്കും അള്ളാഹുവിനെ മുൻനിർത്തി സാധിക്കേണ്ടതുണ്ട്. അവിടെയാണ് അടിവരേണ്ടത്. അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ ദീനിനെയും പ്രസ്ഥാനത്തെയും, അല്ലാതെ ജനാധിപത്യത്തെയും കമ്മ്യൂണിസത്തെയും സോഷ്യലിസത്തെയും അത് മുൻനിർത്തിക്കൊണ്ട് ചെന്നാൽ ഇവിടെ കിട്ടും, പക്ഷെ പരലോകത്ത് ഉണ്ടാവുകയില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, സഹോദരികളെ, ഈ സന്ദേശം നെഞ്ചേറ്റു വാങ്ങിക്കൊണ്ട് മുന്നോട്ട് പോവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ അർത്ഥത്തിലും നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. അഖൂലു ഖൗലി അസ്തഗ്ഫിറുല്ലാഹ ലി വ ലക്കും.